ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ സിഞ്ചു ടെക് ഷെയർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അസൂസിൻ്റെ മിനി പി സി ആണ്. അസൂസിൻ്റെ മിനി പി സി സീരീസിൽ വരുന്ന PN64 എന്ന് പറയുന്നൊരു മോഡൽ മിനി പി സി ആണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ മിനി പി സി ഇവിടെ ദുബായിലും UAE-യിലെല്ലാം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോൺഫറൻസ് റൂമുകളിലാണ്. ഈ ഒരു മിനി പി സി ഉണ്ടെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോണിറ്ററോ ഒരു TVയോ പ്രൊജക്ടറോ അവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു മിനി പി സിയും ഒരു എക്സ്റ്റേണൽ മൈക്ക്, ഒരു ചെറിയൊരു സ്പീക്കർ, അത് ജാബ്ര പോലുള്ള ബ്രാൻഡുകളൊക്കെ അവൈലബിൾ ആണ്. അതും പിന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ക്യാമറയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു കോൺഫറൻസിങ് സിസ്റ്റം നമുക്ക് നമ്മുടെ ഒരു ഓഫീസിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇതുപോലുള്ള മിനി പി സികൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതുകൂടാണ്ട് ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു സ്പേസേ ഉള്ളൂ, അവിടെ ചെറിയൊരു ഹാർഡ്വെയർ വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. നമുക്ക് എക്സിസ്റ്റിംഗ് മോണിറ്റർ, കീബോർഡൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹാർഡ്വെയർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഒരു ഓഫീസ് പർപ്പസിന് പറ്റിയ ഒരു പി സി റെഡിയാക്കാനും ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. അസൂസ് മിനി പി സി PN സീരീസ്, മോഡൽ നമ്പർ PN64B. ഈ മിനി പി സിയുടെ ബിൽറ്റ് ഇൻ കോൺഫിഗറേഷനായിട്ട് വരുന്നത് ഒരു i5 പ്രൊസസ്സറും ഇതിൻ്റെ അതിൻ്റെ ഒരു ബോർഡും കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. റാമും സ്റ്റോറേജ് അല്ലെങ്കിൽ SSDയും നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ഓൾറെഡി ആഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം പ്രോപ്പർ പാക്കിംഗ് ഒക്കെയാണ്. ഇതാണ് ആ യൂണിറ്റ്. അത്യാവശ്യം ഹെവിയാണ്. ഓക്കെ, ഈ കാണുന്നതാണ് യൂണിറ്റ്. ഇതിൻ്റെ ഫ്രണ്ടിലൊരു പവർ ബട്ടൺ, 2 USB, ഒരു Type-C, മൈക്ക്, പിന്നെ ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നൊരു ഇൻഡിക്കേഷൻ. ബാക്ക് സൈഡിൽ ഇതിൻ്റെ പവർ അഡാപ്റ്റർ കൊടുക്കാനുള്ളത് LAN Type-C പോർട്ടുണ്ട്, ഒരു USB പോർട്ടുണ്ട്, 2 HDMI പോർട്ടുണ്ട്, ഒരു DP പോർട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ലാപ്ടോപ്പിൻ്റെ സൈസിലുള്ള ലാപ്ടോപ്പ് ടൈപ്പ് റാമാണ് ഇതിൽ വരുന്നത്. ലാപ്ടോപ്പ് റാം, പിന്നെ ഒരു SSD ഹാർഡ് ഡിസ്കും NVM ടൈപ്പാണ്. നമ്മുടെ ചിപ്പ് പോലെ തന്നെ ഇരിക്കുന്ന NVM ടൈപ്പ് SSD ഹാർഡ് ഡിസ്കും ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊസസ്സർ വരുന്നത് i5 ആണ്. ഇനി ഇതിൻ്റെ കവറിൽ വരുന്നത് വേറെ എന്താണെന്ന് നോക്കാം. ഓക്കെ, കുറേ സാധനങ്ങളുണ്ട്, എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ഇതിവിടെ വരുന്നൊരു പവർ കോഡാണ്. ഇതിൻ്റെ പവർ അഡാപ്റ്റർ. ഓക്കെ, പവർ അഡാപ്റ്റർ ആക്ച്വലി ഇതൊരു ലാപ്ടോപ്പ് പോലെ തന്നെയാണ്. ബാറ്ററി മോണിറ്ററും ഇല്ലാണ്ട് വരുന്നൊരു ലാപ്ടോപ്പ്, അത്രേ ഉള്ളൂ. CD ഉണ്ട്. പിന്നെ ഇതിൽ പറയാവുന്നത് ഒരു മൗണ്ടിങ് കിറ്റ്. ഇത് നമുക്ക് വാളിലോ എവിടെയെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യണമെങ്കിൽ ഇത് ഫിക്സ് ചെയ്തിട്ട് ഈ സ്ക്രൂവും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് പിടിപ്പിക്കാം. അത് മൗണ്ടിങ് കിറ്റും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഇതാണ് മൗണ്ടിങ് കിറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് എനിക്ക് ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ, ചെറിയ സ്റ്റാർ ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഈ പീസ് ഊരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മൗണ്ടിങ് കിറ്റിന് ശേഷം ഇത് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാൻ പറ്റും. ഞാൻ ടൂൾസ് എടുത്തിട്ട് നമുക്കിത് അഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇതൊക്കെയാണ് വരുന്നത്. 4 സ്ക്രൂ പാക്കറ്റ് വരുന്നുണ്ട്, പവർ അഡാപ്റ്റർ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ മോണിറ്ററും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് നമുക്കിനി വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇത് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു സ്ക്രൂ ഉണ്ടായിരുന്നു, അത് ഞാൻ ഓൾറെഡി അഴിച്ചു. ഈ സാധനം നമുക്ക് ഇതിലിങ്ങനെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ലോക്ക് തുറന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇതിൽ തൂങ്ങിക്കിടന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇത് എവിടെയെങ്കിലും മൗണ്ട് ചെയ്യുക. ഈ പീസ് മൗണ്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഇതിലോട്ട് ഹാങ് ചെയ്തിട്ട് അങ്ങനെ സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും വാളിലൊക്കെ മൗണ്ട് ചെയ്ത് വെക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ TVയുടെ ബാക്കിൽ സ്ഥലം ഉണ്ടാകും, അവിടെ നമുക്ക് ടൈ ചെയ്ത് മൗണ്ട് ചെയ്തൊക്കെ ഫിക്സ് ചെയ്യാം. ടേബിളിൽ വെക്കാം, അങ്ങനെയൊക്കെ വെക്കാം. അല്ലെങ്കിൽ ടേബിൾ ടോപ്പിൽ വെക്കാം, മനങ്ങാണ്ട് ഫിക്സഡ് ആയിട്ട് വെക്കുന്നതിനൊക്കെ. ഇനി നമുക്കിത് ഓൺ ചെയ്യാം. ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതിന് എൻ്റെ ഇരിക്കുന്ന മോണിറ്റർ VGA ആണ്. ഇതിലാണെങ്കിൽ VGA പോർട്ടില്ല, ആകെ ഉള്ളത് 2 HDMI ഒരു DP പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു അഡാപ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. DP to VGA കൺവെർട്ടർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്.
അത് നമുക്ക് കണക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ കീബോർഡും മൗസും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോണിറ്ററും ഉണ്ട് നമ്മുടെ കയ്യിൽ. അതെടുത്തു. ഇതിൻ്റെ പവർ അഡാപ്റ്റർ ഇതെടുത്തു. പവർ മൗണ്ടിങ് കിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇനിയുള്ളത് മോണിറ്റർ കണക്ട് ചെയ്യണം. മോണിറ്ററിൻ്റെ ഇതൊക്കെ കൂടി കത്തിപ്പോവോ? ഓക്കെ, മോണിറ്റർ ടു VGA നമുക്ക് കൊടുത്തു. ഓക്കെ, നമുക്കിനി ഇത് ഓണാക്കാം. വേണമെങ്കിൽ കീബോർഡ് മൗസ് കൂടി കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ബാക്കിൽ ഒരു പോർട്ടുണ്ട്, അപ്പോൾ അതും ഒരു പോർട്ട്, അതും യൂസ് ചെയ്യാം. ഒരെണ്ണം ബാക്കിലും കണക്ട് ചെയ്തു, ഒരെണ്ണം ഫ്രണ്ടിലും കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടി നമുക്ക് USB കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് USB-ന്ന് ബൂട്ട് ചെയ്ത് കയറി Windows 11 ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഓണാക്കാം. ഓണായി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, എറർ. ഓക്കെ, സെക്യൂരിറ്റി വയലേഷൻ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂർ ബൂട്ട് ഓൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എറർ വരുന്നത്. അപ്പോൾ നമ്മളൊന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബയോസ് മോഡിലോട്ടൊന്ന് കയറണം. അതിന് ഡെല്ല് പ്രസ് ചെയ്യാം. സ്റ്റാർട്ടായി വരുമ്പോൾ, അല്ലെങ്കിൽ ഡെല്ല് വന്നു. ഓക്കെ, അതിൽ ബൂട്ട് മെനു പോയി. ഓക്കെ, ഇവിടെ സെക്യൂർ ബൂട്ട് ഉണ്ട്, ബൂട്ട് കോൺഫിഗറേഷൻ ഉണ്ട്. സെക്യൂർ ബൂട്ട് എടുത്തു. അതിലിപ്പോൾ എന്താ കിടക്കണ? ഓക്കെ, വിൻഡോസ് മോഡാണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് അതർ വോയിസ് ആക്കിയാൽ സെക്യൂർ ബൂട്ട് ഓഫായി. ശേഷം സേവ്. സേവ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഇടാൻ പോകുന്നത് Windows 11 ആണ്. Windows 11 സെലക്ട് ചെയ്തു. ഇനി നമ്മൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ വിൻഡോസ് നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. ഇൻസ്റ്റാൾ. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് കീ സെലക്ട് ചെയ്യുന്നു. നമ്മൾ Windows 11 Pro ആണ് സെലക്ട് ചെയ്യുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന കീ പ്രൊവൈഡ് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ Pro സെലക്ട് ചെയ്തത്. അത് കൊടുത്തു, ബ്രാഞ്ച് എടുത്തു. ഞാൻ പാർട്ടീഷൻ ഒന്നും ചെയ്യില്ല, ഫുള്ളായിട്ട് ചെയ്യണേ. ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയിൽ എല്ലാവരും സിയിൽ തന്നെയാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് ഇനി പാർട്ടീഷൻ ചെയ്ത് ഒരു ഏരിയ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇനി കംപ്ലീറ്റ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ Windows 11 ലോഡഡായി. പിന്നെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. അത് നമ്മൾ അസോസിയേറ്റ് സൈറ്റിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തു, ഓണായി വരുന്നുണ്ട്. പിന്നീട് യൂസർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മളിപ്പോൾ സ്ക്രോൾ ഡൗൺ ചെയ്തു. ഞാനിപ്പോൾ ഉള്ളത് UAE-ലാണ്. നമ്മൾ UAE സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് കീബോർഡ് US ആണ്. സ്കിപ്പ് കൊടുത്തു. നെറ്റ്വർക്ക് നമുക്ക് തൽക്കാലത്തേക്ക് കൊടുക്കണ്ട. ലിമിറ്റഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. നമ്മളത് യൂസർ കൊടുത്തു. പാസ്വേഡ് ഒന്നും കൊടുക്കുന്നില്ല. ദിസ് മൈ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റ് കൂടുതലൊക്കെ എടുക്കോട്ടെ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ പ്രാവശ്യം ഓൺ ആകുമ്പോൾ അങ്ങനെ വരാം. ഓൾമോസ്റ്റ് there. ഓക്കെ, ഓണായി. നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തൊന്ന് നോക്കാം എന്തൊക്കെയുണ്ടെന്നും. പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ i5 16 GB, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടാവും. സ്റ്റോറേജ് 500 ഒരു SSD ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ബിൽറ്റിന് ഇതിൽ വൈഫൈയും ഉണ്ട്, LAN ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.